നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പുഴയിൽ നീന്താനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൃത്താല പരുതൂർ മുടപ്പക്കാട് സ്വദേശി തോട്ടത്തിൽ നാസറിന്റെ മകൻ 18 വയസ്സുള്ള അൻഷാദാണ് മരിച്ചത്. വീടിന് സമീപത്തെ ഭാരതപ്പുഴയിലെ മരുതിങ്ങൽ കടവിൽ വെച്ചായിരുന്നു അപകടം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിലെത്തിയ അൻഷാദ് വെള്ളത്തിൽ നീന്താനിറങ്ങുകയായിരുന്നു. നീന്തലിനിടെ കൈ കുഴഞ്ഞതോടെ പുഴയിൽ മുങ്ങിത്താഴ്ന്നു. ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും വെള്ളത്തിനടിയിൽ നിന്നും അൻഷാദിനെ കണ്ടെത്താനായില്ല. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിൽ 4:30യോടെയാണ് മൃതദേഹം കണ്ടെത്താനായത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി മുതുതല ആമയൂർ റോഡിന്റെ ആദ്യഘട്ട നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 5 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി മുതുതല പറക്കാട് വഴി കടന്നു പോകുന്ന പട്ടാമ്പി ആമയൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. 5 കോടി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ ആദ്യഘട്ട നവീകരണം നടപ്പാക്കുന്നത്. പ്രവൃത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി നിർവഹിച്ചു. കുടുംബുണ്ട സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനായിരുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ നിർമ്മാണം ആരംഭിച്ചിട്ടാണ് നിർമ്മാണ ഉദ്ഘാടനം നടക്കാറ്. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ ആദ്യഘട്ടത്തെ 5 കോടി 50 ലക്ഷം രൂപയും അതിൻ്റെ കൂടെ തന്നെ 2 കോടി 50 ലക്ഷം രൂപയുടെ മറ്റൊരു വർക്ക്, അങ്ങനെ 8 കോടി രൂപയുടെ റോഡ് ആദ്യഘട്ടത്തിൽ നടക്കും. പട്ടാമ്പി നിള ഹോസ്പിറ്റൽ മുതൽ ഇതുവരെ. അതിൻ്റെ ഇടയ്ക്കുള്ള ടെൻഡർ 2 കോടിയുടെ ടെൻഡർ, അത് എഗ്രിമെന്റ് വെക്കാനുള്ള ഒരു കാലതാമസം മാത്രമാണ് പല മുമ്പിലുള്ളത്. ബാക്കി ഇതെല്ലാം നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കി ഒരു പാലം കൂടിയുണ്ട് 4.5 കോടി രൂപയുടെ. അത് അധികം വൈകാതെ അതിൻ്റെ ടെൻഡർ കൂടി പൂർത്തീകരിച്ച് ഈ കാലയളവിൽ തന്നെ നടക്കുകയും അതിൻ്റെ ബാക്കി ഭാഗം കിഫ്ബി, അത്യാവശ്യം വീതിയുള്ള ഭാഗമാണ് ബാക്കിയുള്ളത്. അത് കിഫ്ബിയിൽ ഏതാണ്ട് 27 കോടി രൂപയുടെ പ്രപ്പോസലാണ്. അപ്പോൾ അത് കിഫ്ബിയിൽ നടത്താനുള്ള നടപടികളും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ആ ഭാഗം കിഫ്ബി ടെൻഡർ വിളിക്കും. എന്തായിരുന്നാലും ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നമ്മൾ നിർമ്മാണം നടക്കുന്നത്. ഈ പ്രദേശത്തെ കൊടുമുണ്ടയിലും പരിസര പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച ഓരോ പദ്ധതികളും പടിപടിയായി ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മുതുതല പഞ്ചായത്തിലെ ഗ്രൗണ്ട് എന്ന സ്വപ്നം 1 കോടി രൂപ അനുവദിച്ച് ടെൻഡർ പൂർത്തീകരിച്ചു. നമ്മുടെ ആശുപത്രിക്ക് മനോഹരമായ കെട്ടിടം യാഥാർത്ഥ്യമായി. നമ്മുടെ ഇവിടുത്തെ നിരവധി അംഗൻവാടികളടക്കമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് C മുകേഷ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5-ന് തുടങ്ങി മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ നടക്കുക. രാവിലെ 9:30-ന് പരീക്ഷകൾ തുടങ്ങും. മെയ് 8-നായിരിക്കും SSLC ഫലപ്രഖ്യാപനം. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷകളും 2-ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെയും നടക്കും. 1-ാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് 1:30-നും 2-ാം വർഷ പരീക്ഷ രാവിലെ 9:30-നും ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ചാലിശ്ശേരി സെന്ററിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്ക്. ചങ്ങരംകുളം റോഡിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ബൈക്ക് യാത്രക്കാരായ കടവല്ലൂർ സ്വദേശി 45 വയസ്സുള്ള ജയപ്രകാശ്, ഭാര്യ 35 വയസ്സുള്ള പ്രിയ, മകൾ 9 വയസ്സുകാരി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും എതിരെ വരികയായിരുന്ന ബൊലേറോ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. തലയ്ക്കും കാലിനും പരിക്കേറ്റ മൂവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നമ്മുടെ ഈ ബൈക്കിന്റെ ആൾക്കാര് കടവല്ലൂർ ഭാഗത്തുനിന്നുള്ള ആൾക്കാരാ. അവരവിടുന്ന് ഇങ്ങോട്ട് ഫാമിലിയായിട്ട് ഇങ്ങോട്ട് വരികയും ബൊലേറോയുടെ പിക്കപ്പ് ബൊലേറോന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരികയും ചെയ്താ. അയാളെ ലേശം എന്താ കഴിച്ചിട്ട് തോന്നുന്നുണ്ട്. അതിൽ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത് ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി തട്ടിയിട്ട് അവിടുന്ന് ആ ബൊലേറോ തന്നെ ഈ വാഹനം അവിടുന്ന് ഈ ബൈക്കിനെ ഇടിച്ചിങ്ങോട്ട് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലിയുടെ അയാളുടെ ഭാര്യയ്ക്ക് എന്തോ തലയുടെ മോള് പറ്റിയിട്ടുണ്ട്. അയാളുടെ കാലിൻ്റെ മോള് എല്ല് പൊട്ടിയിട്ട് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളെ കൂടെ നടന്ന കുട്ടിക്ക് താടി നമ്മളെന്തോ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അയാൾ തന്നെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ കൂടിയിട്ട് പോലീസിനെ വിളിച്ചിട്ട് പോലീസിന് കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല
പട്ടാമ്പി മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി തീയിട്ട സംഭവത്തിൽ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസിനെതിരെ പോലീസ് കേസെടുത്തു. വീട്ടിൽ കയറി അതിക്രമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ചികിത്സയിൽ കഴിയുന്ന പ്രേംദാസ് അപകടനില തരണം ചെയ്തതായും പോലീസ് അറിയിച്ചു. എന്തിനടുത്തങ്ങായി അത് കത്തിച്ചേക്കണ്? പട്ടാമ്പി മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി തീയിട്ട സംഭവത്തിൽ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസിനെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു. വീട്ടിൽ കയറി അതിക്രമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ചികിത്സയിൽ കഴിയുന്ന പ്രേംദാസ് നിലവിൽ അപകടനില തരണം ചെയ്തതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പട്ടാമ്പി മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീട്ടിൽ കയറി പറവൂർ സ്വദേശിയായ 63-കാരൻ പ്രേമദാസ് അതിക്രമം നടത്തിയത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിനും സ്കൂട്ടറിനും തീയിട്ട പ്രേമദാസ് വീടിനകത്ത് കയറിയും തീയിട്ടു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾക്ക് നേരെയും അതിക്രമം അഴിച്ചുവിട്ടു. ഇബ്രാഹിമിന്റെ ഭാര്യയും കുട്ടികളും വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വീട്ടിൽ സംഭവിച്ചത്. വാഹനങ്ങൾ കത്തിയമർന്നതോടൊപ്പം വീട്ടു സാമഗ്രികളും അഗ്നിക്കിരയായി. കയ്യിൽ കത്തികളുമായി പ്രേംദാസ് പ്രദേശത്തെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. പട്ടാമ്പി പോലീസും 2 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ഗുരുതര പരിക്ക് പറ്റിയ പ്രേംദാസിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിലവിൽ പ്രേമദാസ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രേംദാസിനെതിരെയാണ് പട്ടാമ്പി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വീട്ടിൽ കയറിയുള്ള അതിക്രമവും വധശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നിലവിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇയാൾ ആശുപത്രിയിൽ കഴിയുന്നത്. വിദേശത്ത് വെച്ച് പ്രേമദാസ് ഇബ്രാഹിമിനെ കാറ് വിറ്റതുമായി ബന്ധപ്പെട്ട് നൽകുവാനുള്ള തുക നൽകാത്തതാണ് ഇത്തരമൊരു അക്രമത്തിന് ഇടയാക്കിയെന്നാണ് പറയുന്നത്. 2 വർഷത്തോളമായി 1 ലക്ഷം രൂപ നൽകാതെ ഇബ്രാഹിം ഇയാളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രേംദാസ് അടിച്ചിറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കിയത്. സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇത്തരമൊരു പ്രശ്നത്തിന് ഇടയാക്കിയെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. പട്ടാമ്പി സിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിന്റെ കത്തികമർന്ന വീട് പോലീസ് സംഘം പരിശോധിച്ചു. മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിലും വീട് സന്ദർശിച്ചു. വീട്ടുകാരുമായി എംഎൽഎ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. വലിയ നാശനഷ്ടമാണ് വീട്ടിൽ വരുത്തിയിരിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ എംഎൽഎ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും എംഎൽഎ സൂചിപ്പിച്ചു. ഒരു വീട് ആക്രമിച്ച് കത്തിച്ച് അവിടുത്തെ വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച ആ ഒരു സ്ഥലമാണെന്ന് ഇപ്പോൾ സന്ദർശിച്ചത്. സിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ ഉണ്ട്. അവരത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞത് വാഹനങ്ങൾ മാത്രമല്ല, അവരുടെ ഒരുപാട് റൂമിനകത്തുള്ള ഒരുപാട് സാധനങ്ങളും അവരുടെ പുതിയ വീടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൽ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു. വളരെ ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ കത്തിക്കുക മാത്രമല്ല, അവിടുത്തെ കുട്ടികളുടെ മേത്തടക്കം പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പെട്രോളോ ഡീസലോ എന്താണെന്ന്. ജില്ലയിലെ സ്കൂൾ കൗൺസിലർമാർക്ക് പട്ടാമ്പിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ എംഎൽഎ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നക്ഷത്ര റീജൻസിൽ വെച്ചാണ് ജില്ലയിലെ സ്കൂൾ കൗൺസിലർമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സെക്കൻഡറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലർമാർക്കായിരുന്നു പരിശീലനം. കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലന പരിപാടി ഒരുക്കിയത്. മുഹമ്മദ് മോസിൻ എംഎൽഎ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടക്കമുള്ളവരെ നന്നായി ഇക്വിപ്പ് ചെയ്യണം. അതോടൊപ്പം കൂടുതൽ സ്കൂളുകളിൽ കൗൺസിലേഴ്സ് വേണം. അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് വേണ്ടത്ര കൗൺസിലിംഗ് സ്കിൽസ് അവരെ കൗൺസിലേഴ്സാക്കി മാറ്റുക എന്നല്ല, അത്യാവശ്യം സ്കിൽസും റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും അധ്യാപകർക്ക് ഉണ്ടാകണം. അപ്പോൾ അതിനുള്ള പരിശീലനം നൽകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഒരു പ്രൊജക്ട് തയ്യാറാക്കി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പ്രോജക്റ്റ് മാനസമിത്ര എന്ന് പറയുന്ന പ്രോജക്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്തു. അന്നത്തെ DGI അടക്കമുള്ള ആളുകൾ, അന്നത്തെ സെക്രട്ടറി, ഇവരെല്ലാവരും കൂടി അത് ഏറ്റെടുത്തു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു മിനിമം കപ്പാസിറ്റി അവർക്ക് ബിൽഡ് ചെയ്യും. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ് മുറികളിൽ ആ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണോ എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ബിൽഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ പാരന്റ്സിന് എന്റെ കുട്ടി
ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിലൂടെ ഗോയിങ് ത്രൂ ആണെങ്കിൽ അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് മിനിമം അണ്ടർസ്റ്റാൻഡിങ് വരുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവുക. ഇതായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ എല്ലാ സ്കൂളിലും മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് കൂടിയാണ് വെച്ചത്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വളരെ പോസിറ്റീവായിരുന്നു. നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പ്രപ്പോസലാണ് സമർപ്പിച്ചതെങ്കിലും മുഴുവൻ കേരളത്തിലെ അധ്യാപകർക്കും പടിപടിയായി ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന്. കൗമാര വിദ്യാഭ്യാസം, നിയമവ്യവസ്ഥകൾ, ലഹരി ദുരുപയോഗം, പ്രാഥമിക കൗൺസിലിംഗ് എന്നിവയെക്കുറിച്ചായിരുന്നു പരിശീലനം. ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കൗൺസിലർമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ദന്ത പരിശോധനാ ക്യാമ്പ് നടത്തി. ചാലിശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം മഹേന്ദ്രസിംഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ കലായിൽ സെയ്ദു ഹാജി അധ്യക്ഷത വഹിച്ചു. കോളേജ് സെക്രട്ടറി PS സാബിർ, സബ് ഇൻസ്പെക്ടർ S ശ്രീലാൽ, പൊതുജന ദന്താരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ അൻസിൽ, ഡോക്ടർ അംജദ്, സബ് ഇൻസ്പെക്ടർമാരായ T അരവിന്ദാക്ഷൻ, M ജ്യോതി പ്രകാശ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, 10ഓളം ഹൗസ് സർജൻസി ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും MLA-യുമായിരുന്ന EP ഗോപാലന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കൊപ്പം മണ്ണേങ്ങോട് EP-യുടെ മാവിൻ ചുവട്ടിൽ സ്നേഹസംഗമം സംഘടിപ്പിക്കും. നവംബർ 1-നാണ് സംഗമം ഒരുക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവുമായിരുന്ന EP ഗോപാലന്റെ 24ാം ചരമവാർഷികമാണ് നവംബർ 1-ന് വിവിധ പരിപാടികളോടെ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് മണ്ണേങ്കോട് EP-യുടെ മാവിൻ ചുവട്ടിൽ സ്നേഹസംഗമം ഒരുക്കുന്നതെന്ന് EP-യുടെ മക്കളായ പ്രൊഫസർ KC അരുണയും ഡോക്ടർ KC ഗീതയും പറഞ്ഞു. കൊപ്പം മണ്ണേങ്കോട് EP-യുടെ സ്മരണകൾ ഇരുമ്പുന്ന മാവിൻ ചുവട്ടിലാണ് സംഗമം ഒരുക്കിയിരിക്കുന്നത്. CPI ദേശീയ സെക്രട്ടറി രംഗം പ്രകാശ് ബാബു അടക്കമുള്ള സംസ്ഥാന ദേശീയ നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൂട്ടായ്മയിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. പട്ടാമ്പിയിലെ ആദ്യത്തെ MLA-യും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവുമായിട്ടുള്ള സഖാവ് EP ഗോപാലന്റെ 24ാം ചരമവാർഷികം ഈ നവംബർ 1 ശനിയാഴ്ചയാണ്. അതിനോടനുബന്ധിച്ച് EP-യുടെ മാവിൻ ചുവട്ടിൽ ഞങ്ങൾ മക്കളായ ഞാനും ഗീതയും കൂടി ഒരു സ്നേഹവിരുന്ന്, സ്നേഹസംഗമം, സൗഹൃദ കൂട്ടായ്മ ഒരുക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കളും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒരു പാർട്ടിയിലും ഇല്ലാത്തവരും അച്ഛൻ്റെ സുഹൃത്തുക്കളും ഇന്നും അച്ഛനെ നെഞ്ചേറ്റി ലാളിക്കുന്നവരും എല്ലാം ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കും. ഇതൊരു സ്നേഹ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പരിമിതമായ സാഹചര്യം കൊണ്ട് ഞാൻ അറിയിക്കാത്തവരും എല്ലാവരും നവംബർ 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഈ മാവിൻ ചുവട്ടിൽ എത്തിച്ചേരണമെന്ന് വളരെ സന്തോഷത്തോടെയും വിനയത്തോടെയും അഭ്യർത്ഥിക്കുന്നു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.